കൃപയിനത്യന്തധനം ഈ മൺപാത്രത്തിൽ പകർന്ന കൃപയിനത്യന്തധനം ഈ മൺപാത്രത്തിൽ പകർന്ന ഇത്രമേൽ സ്നേഹിപ്പാനെന്തുള്ളൂ നാഥ, ഇത്രമേൽ കരുതുവാനേതുള്ളൂ. സുഭാഷിതം. സമൂഹത്തിൽ എല്ലാവരും മാന്യത ഇഷ്ടപ്പെടുന്നവരാണ്. മനുഷ്യർ മാനിക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാറുമുണ്ട്. പലപ്പോഴും ആ മാന്യതകളൊന്നും നിലനിന്നു പോയില്ല എന്നിരിക്കും. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന മാന്യതയാണ് എന്നേക്കും നിലനിൽക്കുന്നത്. യേശുവിന്റെ ഐഹിക കാലത്ത് ഭൂരിഭാഗം യഹൂദന്മാരും യേശുവിനെ മശിഹയായി അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ അവരിൽ ചിലർ യേശുവിൽ വിശ്വസിച്ചിരുന്നു എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 42-ാം വാക്യത്തിൽ, എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു, പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ല താനും. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. ഫോർ ദേ ലവ്ഡ് ദ പ്രൈസ് ഓഫ് മെൻ മോർ ദാൻ ദ പ്രൈസ് ഓഫ് ഗാഡ്. നമ്മുടെ സമൂഹത്തിലും ഒരു കൂട്ടർ അവലംബിച്ചിരിക്കുന്ന രീതിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതാണ് യഥാർത്ഥ സത്യമെന്നും ദൈവത്തെ യഥാർത്ഥമായി വിശ്വസിച്ച് ജീവിക്കണമെന്നും താല്പര്യമുണ്ടെങ്കിലും എൻ്റെ സമൂഹം അംഗീകരിക്കുന്ന ഈ വിശ്വാസം ത്യജിച്ച് മറ്റൊരു വിശ്വാസത്തിലേക്ക് ഞാൻ പോയാൽ ജനം എന്തു പറയും, ഞാൻ അവരുടെ ഇടയിൽ മാന്യമല്ലാതായിത്തീരുമല്ലോ എന്നുള്ള ചിന്തയിൽ ദൈവിക സത്യങ്ങളെ നിരാകരിക്കുന്ന ചിലരെയെങ്കിലും നാം കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള മനുഷ്യരോട് യേശു പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 5:39 മുതൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. കാരണവും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ലൂക്കോസ് ഇങ്ങനെയുള്ളവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് 16:15 വായിക്കുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവരാകുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പത്രേ. വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൽ പൗലോസിനോളം മാന്യമായ മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന് തോന്നുന്നില്ല. ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവൻ. ഫിലിപ്പിയർ 3:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്കധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. വീണ്ടും അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ മാനം അന്വേഷിച്ചില്ല. മനുഷ്യരുടെ പ്രശംസയും അവരുടെ അംഗീകാരവും ആഗ്രഹിക്കുന്നവർക്ക് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുവാൻ കഴിയുകയില്ല. യേശു കർത്താവ് പറഞ്ഞത്, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. മത്തായി 10:32-33 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. മാന്യനായ പൗലോസ് പറഞ്ഞത്, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല, കർത്താവ് പുകഴ്ത്തുന്നവൻ അത്രേ കൊള്ളാകുന്നവൻ. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ,
മനുഷ്യരുടെ മാനവും പ്രശംസയും സ്വീകരിച്ച് ഞങ്ങളുടെ നിത്യത നഷ്ടമാകുവാൻ ഇടയാകരുതേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.